തൃശൂരിൽ ചരിത്ര വിജയം നേടിയിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയെന്ന സൂചന. പദവി ഉപേക്ഷിക്കാൻ താരം ആഗ്രഹിക്കുന്നതായി അടുത്ത വൃത്തങ്ങളാണ് സൂചന നൽകിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതടക്കം 4ഓളം സിനിമകൾക്ക് ഡേറ്റ് നൽകിയതിനാലാണ് ഇത്തരത്തിലൊരു നീക്കമെന്നാണ് വിവരം. എന്നാൽ മന്ത്രിസ്ഥാനം സിനിമാ അഭിനയത്തിനായി ഉപേക്ഷിക്കുന്നത് മണ്ടത്തരമാണെന്ന് അദ്ദേഹത്തോട് അടുത്ത ചില വൃത്തങ്ങൾ സൂചിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. താമസിയാതെ തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ ചെയ്തേ മതിയാകൂ, കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ. MP എന്ന നിലയിൽ മികച്ച പ്രകടനം തൃശൂരിൽ കാഴ്ചവെക്കും. കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ടെന്നായിരുന്നു നിലപാട്. ഒരു മാധ്യമത്തോട് സുരേഷ് ഗോപി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്നറിയും. സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പ് നൽകിയേക്കുമെന്ന സൂചനയാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവന്നത്. വിജയത്തിന് ശേഷം ഡൽഹിയിലെത്തി മോദിയെ കണ്ട സുരേഷ് ഗോപി 3ാം മോദി മന്ത്രിസഭയിൽ സീറ്റ് ഉറപ്പിച്ചിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഔദ്യോഗിക അറിയിപ്പും വിവരങ്ങളും പിന്നാലെ ലഭിക്കുമെന്നും കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം ഉൾപ്പെടെ പൂർത്തിയാക്കാനായി സുരേഷ് ഗോപി ശനിയാഴ്ച ഡൽഹിയിൽ നിന്ന് തലസ്ഥാനത്തെത്തിയിരുന്നു. ഇന്നലെ രാവിലെ തന്നെ തലസ്ഥാനത്ത് നിന്ന് പുറപ്പെടുമെന്നായിരുന്നു വിവരം. ഇതിനായി പുലർച്ചെ മുതൽ മാധ്യമങ്ങൾ ശാസ്താമംഗലത്തെ വീട്ടിലും വിമാനത്താവളത്തിലും നിലയുറപ്പിച്ചു. രാവിലെ 6:10 എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ 3 ടിക്കറ്റ് അദ്ദേഹം ബ്ലോക്ക് ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ പുലർച്ചെ വരെയും ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കാത്തതിനാൽ രാവിലെ പുറപ്പെട്ടിരുന്നില്ല. ഇതോടെ സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാനിടയില്ലെന്ന അഭ്യൂഹം ചാനലുകളിൽ പ്രചരിച്ചു. ചാനൽ ക്യാമറകളെല്ലാം ശാസ്താമംഗലത്തെ വീടിനകത്തേക്ക് കണ്ണും നട്ടു നിൽപ്പായി. രാവിലെ 10 ശേഷം നരേന്ദ്രമോദിയുടെ വിളിയെത്തി. പിന്നാലെ 12:30 ബംഗളൂരുവിലേക്കുള്ള വിസേര ഫ്ലൈറ്റിൽ 3 ടിക്കറ്റ് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന അറിയിപ്പും ഡൽഹിയിൽ നിന്നെത്തി. ഉടൻ വീട്ടിൽ നിന്ന് ബാഗുകൾ ഉൾപ്പെടെ കാറിലേക്ക് കയറ്റാൻ തുടങ്ങി. 11:10 സുരേഷ് ഗോപി ഭാര്യ രാധികയ്ക്കും അമ്മയ്ക്കുമൊപ്പം പുറത്തേക്ക്. കാറിൽ കയറുന്നതിന് മുമ്പും വിമാനത്താവളത്തിൽ വെച്ചും മാധ്യമങ്ങളോട് സംസാരിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിലേക്കും പുറപ്പെട്ടു. മക്കൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും യാത്ര തിരിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.